നമസ്കാരം. വിചാരണയിലെ കാലതാമസം പിടിവള്ളിയാക്കിയാണ് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിലേക്ക് ഇറങ്ങിയത്. 7.5 വർഷത്തിന് ശേഷം ഇക്കഴിഞ്ഞ 20-നാണ് 2 ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിൽ എറണാകുളം സബ് ജയിലിൽ നിന്നും പൾസർ സുനി പുറത്തിറങ്ങുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ പൾസർ സുനിയുടെ സഞ്ചാരം ആഡംബര വാഹനങ്ങളിലാണെന്നുള്ള കണ്ടെത്തലിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലമുള്ള പൾസർ സുനിയുടെ സാമ്പത്തിക ഉറവിടത്തെ പറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൾസർ സുനി വിചാരണയ്ക്കായി അടക്കം കോടതിയിൽ എത്തിയിരിക്കുന്നത് 1/4 കോടി രൂപയോളം വില വരുന്ന വാഹനങ്ങളിലാണ്. കിയ കാർണിവൽ, താർ തുടങ്ങിയ വാഹനങ്ങളിലാണ് പൾസർ സുനിയുടെ സഞ്ചാരം അത്രയും. ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാകാൻ എത്തിയ സുനി 7,000 രൂപയുടെ ചെരുപ്പും 4,000 രൂപയുടെ ഷർട്ടുമാണ് ധരിച്ചിരുന്നതെന്ന് രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ല വിട്ടു പോകാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, ഒരു സിം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചത്. സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കിയ കാർണിവൽ എന്ന 30 ലക്ഷം വില വരുന്ന ആഡംബര കാറിലായിരുന്നു സെപ്റ്റംബർ 26-ന് എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ 2ാം ഘട്ട വിചാരണയ്ക്കായി പൾസർ സുനി എത്തിയിരുന്നത്. തൊട്ടടുത്ത ദിവസം താർ ജീപ്പിലാണ് വന്നത്. 16 മുതൽ 20 ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനം KL 66D 4000 കുട്ടനാട് RTO രജിസ്ട്രേഷനിൽ കുഞ്ഞുമോൾ എന്ന വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള പൾസർ സുനിക്ക് എവിടെ നിന്നാണ് ഈ ആഡംബര വാഹനങ്ങൾ ലഭിക്കുന്നതെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഒരൊറ്റ സിം മാത്രം ഉപയോഗിക്കണമെന്ന കോടതി വ്യവസ്ഥ പൾസർ സുനി പാലിക്കുന്നുണ്ടോ എന്നതിലും പോലീസിന് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ബന്ധുവിന്റെ പേരിലുള്ള സിമ്മിൽ നിന്ന് സുനി പലരെയും ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. പെരുമ്പാവൂരിലെ കോടനാടുള്ള സുനിയുടെ വീട്ടിൽ പോലീസ് നിരീക്ഷണവുമുണ്ട്. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.